ഹേ ഗൈസ്, സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് അൾട്രാസോണിക്കും പഠിച്ചു ഒരു സെർവർ മോട്ടർ എങ്ങനെ കറക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഐ തോട്ട് ലൈക്ക് ഇതുകൊണ്ടൊരു പ്രൊജക്റ്റ് ചെയ്താലും ലൈക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആകും ആൻഡ് എനിക്കും എക്സ്പീരിയൻസ് ആകും ഒബ്വിയസ്ലി. ലൈക്ക് സോ ഐ തോട്ട് ലൈക്ക് ഒരു ഓക്കെ ലെറ്റ്സ് സേ നമ്മൾ ഇതിൻ്റെ മുമ്പിലോട്ട് ഒരു ട്രെയിൻ പോകുന്ന ഇമാജിൻ ചെയ്യാം. സെർവോ മോട്ടറിൻ്റെ കൂടെ ട്രെയിൻ പോകുന്നു. ഓക്കെ, സോ ഒരു ട്രെയിൻ പോയി. അപ്പം ട്രെയിൻ പോകുമ്പോൾ എന്താവും, ഈ മോട്ടർ തിരിയും, വിച്ച് മീൻസ് ഗേറ്റ് അടക്കും. ഓക്കെ, സോ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇത്ര ടൈം കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സെർവോ മോട്ടർ ഒരു അൾട്രാസോണിക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കാം, കുറച്ച് ദൂരെ വെക്കാം. സോ അതായത് ഇപ്പം ഇവിടെ ട്രെയിൻ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ട് ഇങ്ങനെ പോകുന്നു, അതേപോലെ തന്നെ ഇവിടെ ഒരു അൾട്രാസോണിക് ഉണ്ട്. അപ്പോൾ അൾട്രാസോണിക് മനസ്സിലാവും ട്രെയിൻ പോയി കഴിഞ്ഞെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു ഓട്ടോമേറ്റഡ് ഗേറ്റ് സിസ്റ്റം ഉണ്ടാക്കാം, റെയിൽവേ ഗേറ്റ് സിസ്റ്റം ഉണ്ടാക്കാം. എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഈ സിസ്റ്റം എന്തുകൊണ്ടാണ് നിലവിൽ വരാത്തത് എന്നുള്ളത്. ലൈക്ക് ഇപ്പോഴും മാനുവലായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യാം. ലൈക്ക് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ ഡോർ തുറക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ കാറ് വരുമ്പോൾ കാറ് ഡിറ്റക്ട് ചെയ്തിട്ട് വണ്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഗേറ്റ് തുറക്കുന്നത് ഓട്ടോമേറ്റ് ചെയ്യും. സോ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. ദിസ് ഈസ് ദ കോഡ്. ഇത്രയും ലൈൻസ് ഓഫ് ജസ്റ്റ് അറൗണ്ട് 40 ലൈൻസ് ഓഫ് കോഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സോ ലൈക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് ലൈക്ക് 10 കുറവാണെങ്കിൽ മാത്രമാണ്, 10 സെൻറ്റിമീറ്ററിനെക്കാട്ടി കുറവാണെങ്കിൽ മാത്രമാണ് എന്താവുക ഈ മോട്ടർ വർക്കാവുക. സോ അങ്ങനെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. പിന്നെ 4 സെക്കൻഡ് അതിന് ശേഷം ഈ മോട്ടർ എന്താ വർക്കാവും. ലൈക്ക് അതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ജസ്റ്റ് കണക്ഷനും കൂടി കാണിച്ചു തന്നാൽ പരിപാടി സെറ്റായി. സോ ആദ്യം തന്നെ നമ്മുടെ യെല്ലോ വയർ ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ യെല്ലോ വയറിൻ്റെ കണക്ഷൻ എവിടത്തേക്കാണ് പോകുന്നത്, അതായത് ഗ്രീൻ എവിടത്തേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ കോഡ് അനുസരിച്ചിട്ട് ഗ്രീനിൻ്റെ കൊടുത്തത് 9 ആണ്. നിങ്ങൾക്ക് കോഡ് മനസ്സിലാക്കാം. ഇതാ സെർവോൻ്റെ മെയിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോക്കസ് അത്ര 9 സോ ഞങ്ങൾക്കത് 9 കൊടുക്കാം. സോ അതിന് ശേഷം 10ഉം 11ഉം എക്വയർ ചെയ്തിട്ടുള്ളത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അൾട്രാസോണിക്കാണ്. അതിൽ സോ ഇതിൽ നമ്മുടെ അൾട്രാസോണിക്കാണ് 10ഉം 11ഉം എടുത്തിട്ടുള്ളത്. അതിൽ ട്രിഗറും എക്കോയാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ട്രിഗർ പിന്ന് 10 കൊടുത്തു, എക്കോ പിന്ന് 11 കൊടുത്തു. സോ അത് സെറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗ്രൗണ്ടും കൊടുത്തു, VCCയും കൊടുത്തു. VCC നമ്മുടെ ഇവിടുത്തെ 5 watts ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സെർവോ മോട്ടറിൻ്റെ പർപ്പിളും 5 watt കൊടുത്തു. യു ക്യാൻ സീ ഹിയർ. ഇത് എത്രത്തോളം ക്ലിയർ ആണെന്ന് ആണ് എൻ്റെ വിഷയം. 5 watt കൊടുത്തു. ആൻഡ് മറ്റേത് ഗ്രൗണ്ടിലും കൊടുത്തു. റെഡ്, അതായത് ഇതിലുള്ള ബ്രൗണ് റെഡിൽ കണക്റ്റായി. റെഡ് നേരെ ഇങ്ങനെ വന്നിട്ട് ഗ്രൗണ്ടിലേക്ക് കണക്റ്റായി. ഓക്കെ, സോ സംഭവം സെറ്റാണ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ നിങ്ങൾ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സി യാ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടി ഉണ്ടാവും. നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഡു ഷെയർ ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു.